നമസ്കാരം. നാണയശേഖരത്തിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ഒന്ന് ചിന്തിച്ചത്, ഇത് വെറും പഴയ നാണയങ്ങളോ ലോകകഷണങ്ങളോ മാത്രമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ജീവിച്ച മണ്ണിലെ വലിയൊരു ചരിത്രമാണ് ഇതിലുള്ളത് എന്ന്. നമ്മളിന്ന് ദിവസവും ഉപയോഗിക്കുന്ന കാശ്, പണം, രൂപ എന്നീ വാക്കുകളൊക്കെ എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ മുൻ തലമുറകൾ എങ്ങനെയാണ് ജീവിച്ചത്? ഒരു ചെറിയ ചരിത്രയാത്ര നമുക്ക് നടത്താം. എൻ്റെ കയ്യിലുള്ള ഈ അപൂർവ ശേഖരത്തിലെ ഓരോ നാണയത്തിനും ഓരോ വലിയ യുഗങ്ങളുടെ കഥ പറയാനുണ്ട്. എന്നാൽ ഈ വലിയ കൂട്ടത്തിൽ നിന്നും എൻ്റെ കൈവെള്ളയിലിരിക്കുന്ന ഈ ചെറിയ വെറും കൊച്ചു നാണയങ്ങളുടെ കഥ പറഞ്ഞു തുടങ്ങാം നമുക്ക്. ഈ ചെറിയ നാണയത്തൊട്ടുകൾ ശ്രദ്ധിക്കൂ. ഇതാണ് പഴയ തിരുവിതാംകൂർ രാജ്യത്ത് നിലനിന്നിരുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ ചെമ്പ് നാണയങ്ങളിലൊന്നായ ഒരു കാശ്. നമ്മൾ മലയാളികൾ ഇന്നും ദേഷ്യവും കളിയായിട്ടും കാര്യമായിട്ടും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ കാശില്ല, അവനെ ഒരു കാശിന് കൊള്ളില്ല, കാശിന് കൊള്ളാത്തവൻ എന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്ന ആ പ്രയോഗത്തിന്റെ യഥാർത്ഥ ഉടമത ഇവനാണ്, ഇവൻ മാത്രമാണ്, ഈ നാണയമാണ്. ഈ കൊച്ചു നാണയങ്ങളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കൗതുകം കാണാം. ഇവയൊന്നും ഓരോ വലിപ്പത്തിലോ ഓരോ ആകൃതിയിലോ അല്ല ഇരിക്കുന്നത്. ചിലത് അല്പം നീണ്ടത്, ചിലത് വശങ്ങളിൽ കൃത്യമായ വട്ടത്തിലല്ല. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസമെന്ന് അറിയാമോ? ആധുനിക യന്ത്രങ്ങൾ നമ്മുടെ മണ്ണിലേക്ക് വരുന്നതിന് മുമ്പേ പൂർണ്ണമായും കൈകൊണ്ട് ലോകം ഒരുക്കി തല്ലിപ്പരത്തി മുദ്ര കൈകൊണ്ട് അടിച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഒരെണ്ണം പോലും മറ്റൊന്നിനെ പോലെ കൃത്യമായിരിക്കില്ല. ഓരോ നാണയത്തിനും അതിൻ്റെതായ വലിപ്പവും വടിവും ഉണ്ടാകും. ആ നിർമ്മാണ വൈവിധ്യമാണ് ഇതിനെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ വിസ്മയമാക്കുന്നത്. ഈ കൊച്ചു നാണയത്തിന്റെ ഒരു വശത്ത് കാണുന്ന ആ 6 ചെറിയ കുത്തുകൾ ശ്രദ്ധിച്ചു. അത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്രയായ പത്മനാഭ മുദ്രയാണ്, അഥവാ വിശുദ്ധമായ ശംഖിന്റെ പുരാതനമായ ഒരു രൂപമാണ്. മറുവശത്ത് മനുഷ്യരൂപം പോലെ തോന്നിക്കുന്ന പുരാതനമായ ഒരടയാളവും കാണാം. കേരളത്തിന്റെ തദ്ദേശീയമായ നാണയങ്ങളുടെ ചരിത്രം ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് AD 7-ാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കുരുമുളക് മണിയോളം പോന്ന രാശിപ്പണം എന്ന സ്വർണ്ണ നാണയത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ആ പുരാതന രാശിപ്പണത്തിലുണ്ടായിരുന്ന അതേ ശംഖുമുദ്രയുടെയും രാശി അടയാളങ്ങളുടെയും പാരമ്പര്യം തന്നെയാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ കാണുന്ന തിരുവിതാംകൂർ ചെമ്പുകാശുകളിലേക്കും പകർന്നു നൽകിയിരിക്കുന്നത്.